ഓം നമഃശിവായ. ഇന്ന് വിവാഹ പൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയാം. 10ൽ എത്ര പൊരുത്തം വേണം? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലർ പറയും ഞങ്ങൾക്ക് 10ൽ 10 പൊരുത്തമുണ്ട്, എന്നിട്ട് എന്നും വഴക്കാണ് പറയും. ചിലർ പറയും ഞങ്ങൾ പൊരുത്തമൊന്നും നോക്കിയില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വേണ്ട പോലെ. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, പൊരുത്ത സംഖ്യയല്ല പ്രശ്നം. നമ്മൾ മനപ്പൊരുത്തം ഉണ്ടാവുന്നുണ്ടോ, ഒരാൾ പറയുന്ന മറ്റാൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ നടക്കുന്നു, ഇതൊക്കെയാണ് നോക്കാനുള്ളത്. പക്ഷേ എന്നാലും ഈ പൊരുത്ത സംഖ്യ എന്നുള്ളത് പലരുടെയും മനസ്സിലൊരു വലിയ പ്രശ്നമായിട്ട് ഇരിക്കുന്നത് കാരണം ഇന്ന് അതിനെക്കുറിച്ച് പറയാം. ഇപ്പം സാധാരണ മലയാളികൾ നോക്കുന്നത് 10 പൊരുത്തം എന്ന ഒരു സ്റ്റാൻഡേർഡ്, പക്ഷെ 10 പൊരുത്തമല്ല ഉള്ളത്. പൊരുത്ത സംഖ്യ ഒരുപാടുണ്ട്, ഓരോ നാട്ടിലും ഓരോ വിധത്തിലാണ്. അതുകൊണ്ട് 10 എന്നുള്ള ഒരു ജനറൽ കണക്ക് മാത്രമാണ്. ഓക്കെ, ഇതിൽ തന്നെ എത്ര പൊരുത്തം വേണം? അപ്പോൾ ചിലർ പറയുന്നത് 6, 7 അതിൽ കൂടുതൽ വേണം, മിനിമം 6എങ്കിലും വേണം, 6ൽ കൂടുതലുണ്ടെങ്കിൽ ഉത്തമം എന്നെഴുതും. 4 to 6, 4 മുതൽ 6 ആണെങ്കിൽ മധ്യമം, 4 താഴെയാണെങ്കിൽ അധമം, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നവരൊക്കെ എഴുതും അധമം എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കും. പക്ഷേ ഈ 10 പൊരുത്തത്തിലും ഏതെല്ലാം പൊരുത്തമാണ് മുഖ്യമായിട്ടുള്ള പൊരുത്തം, അത് നോക്കാനുണ്ട്. അതിന് പലരും നോക്കാറില്ല. ഇനിയിപ്പോൾ ഗണപ്പൊരുത്തം ചേർന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഗണപ്പൊരുത്തം ചേർന്നിട്ടില്ലെങ്കിൽ 2 ജാതകത്തിൻ്റെയും ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗണപ്പൊരുത്തം ചേരാത്തതിൻ്റെ പരിഹാരമുണ്ടോ? അപ്പോൾ നമ്മൾ ഗ്രഹനില വെച്ചിട്ട് നോക്കണം. അല്ലാതെ ഒരു റെഡി റെക്കണർ വെച്ചിട്ട് ഒരു പട്ടിക അല്ലേ, ഒരു ടേബിളാണ്. ഇപ്പോൾ എല്ലാ പഞ്ചാംഗത്തിലും ഈ ടേബിളൊക്കെ കാണും. അപ്പം അശ്വതി നക്ഷത്രം ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പിന്നെ ഓക്കെ 10ൽ 4 ചേരില്ല. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ജ്യോത്സ്യര പരിപാടി കഴിഞ്ഞു, ഒരു ജീവിതം കുളം തോണ്ടി തന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ പട്ടിക നോക്കിയിട്ട് പറയുന്ന പരിപാടിയല്ല നമുക്ക് വേണ്ടത്. അഥവാ ഈ നക്ഷത്ര പൊരുത്തങ്ങൾ പ്രകാരം ഏതെങ്കിലും പൊരുത്തം ചേരാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാശി പൊരുത്തം ചേർന്നിട്ടില്ല, പരിഹാരം എന്താണ്? ഉടനെ നോക്കണം. രാശ്യാധിപ പൊരുത്തം ചേർന്നിട്ടില്ല, പരിഹാരം എന്താണ്? ഇങ്ങനെയൊക്കെ നോക്കുക. മധ്യമരജ്ജു ചേർന്നിട്ടില്ലെങ്കിൽ എന്താണ് പരിഹാരം? അതിനും പരിഹാരമുണ്ട്. മധ്യമരജ്ജു ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഇത്രയും നക്ഷത്രങ്ങൾ ചേരില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് എഴുതി വെക്കുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. ദയവായിട്ട് ഈ വക കെണിയിലൊന്നും പോയി ചാടരുത്. നമ്മൾക്ക് എല്ലാ വിധത്തിലുള്ള ദോഷത്തിനും പരിഹാരം ഉണ്ട്. മിക്കവാറും ആ ജാതകത്തിൽ തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടാവും. അത് കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക എന്താണ് വേണ്ടത്. ഇപ്പോൾ ഗണപ്പൊരുത്തം ചേരുന്നില്ല, എന്താണ് പരിഹാരം? ലഗ്നങ്ങൾ ചേർത്ത് വെച്ച് നോക്കണം, ഇവിടെ പരിഹാരമുണ്ടോ? അപ്പോൾ അവിടെ പരിഹാരം കാണും. ഇനി അതല്ല, മധ്യമരജ്ജു ചേരുന്നില്ല, ഏതെല്ലാം നക്ഷത്രങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്? ഒന്നാമത് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് മധ്യമരജ്ജു ഒരു ദോഷമല്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ മധ്യമരജ്ജുവിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് വേദപ്പൊരുത്തം എടുത്തു വെച്ച് നോക്കണം. അപ്പോൾ അത് കാണും, അവിടെ ഒരു പരിഹാരമുണ്ട്. ഇല്ലെങ്കിൽ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് പരിഹാരം അത് നോക്കണം. മാളവ്യ യോഗമുണ്ടോ? മാളവ്യ യോഗം ഉണ്ടെങ്കിൽ തന്നെ വിവാഹ പൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരം മാളവ്യ യോഗമാണ്, ശുക്രൻ്റെ യോഗമാണ്, ശുക്രൻ തരുന്ന യോഗമാണ്. അപ്പം അതൊക്കെ നമ്മൾ എടുത്ത് നോക്കാനുണ്ട്. ഇതുപോലെ മറ്റൊരു ദോഷമാണ്, ചിലർ പറയും വേദപ്പൊരുത്തം ചേരുന്നില്ല, വൈധവ്യ ദോഷം ഉണ്ട് എന്നൊക്കെ പറയുമ്പം ഉടനെ ഗ്രഹനില പ്രകാരം ആയുർഭാവം എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ഒരു പ്രശ്നം കാണുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള സമയം കൂടി നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ജാതകമായിട്ട് പോയിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ടല്ല, ചുരുങ്ങിയ ഒരു 1.5 മണിക്കൂർ ഇതുമായിട്ടിരുന്ന് താരതമ്യപ്പെടുത്തി ഇവിടെ നോക്കി മാക്സിമം നോക്കണം. കാരണം 2 വ്യക്തികളുടെ ജീവിതം തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ ജ്യോത്സ്യർ കയറി ഇടപെടുന്നത്. ഇയാൾ എന്താണോ കണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്, അതിനനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് ഇവരെടുക്കാൻ പോകുന്നത്. ഈ ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്ന വ്യക്തികൾ, ഇല്ല അവരുടെ വീട്ടുകാർ. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്ത ബോധമാണ് വേണ്ടത്. അല്ലാതെ ഒരു ടേബിൾ മാത്രം നോക്കിയിട്ട് ഇത് ചേരും ചേരില്ല എന്ന് പറയാൻ
അതിൻ്റെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത്രേ പറയാനുള്ളൂ. അല്ലാതെ അത് ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കുറച്ച് ഇമോഷണലായിട്ടൊക്കെ പറഞ്ഞു പോകും. കാരണം ഒത്തിരി ആൾക്കാർ ജീവിതം നഷ്ടപ്പെടുന്നത് കാണുന്നതുകൊണ്ടുള്ള ആ ഒരു വിഷമം കൊണ്ട് പറയണം. ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് പലപ്പോഴും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അവർ വേണ്ട വിധം ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പേരൻസ് ഉണ്ട്, രക്ഷിതാക്കൾ, ഇല്ലേ കുടുംബത്തിലെ കാരണന്മാർ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്, അതിൽ ഈ കുട്ടികൾ കുടുങ്ങും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കാനുണ്ട്. ഈ ജ്യോത്സ്യർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഭാഗികമായിട്ടുള്ള അറിവേ ഉള്ളൂ. അത് ഞാൻ പൊതുവേ പറയാണ്, എല്ലാവരെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. നല്ല അറിവുള്ള നല്ല സിദ്ധികളുള്ള ജ്യോത്സ്യന്മാരുണ്ട്. അവരോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ജ്യോതിഷ വേഷം കെട്ടിയ ഒരു ബോർഡും വെച്ച് ആളെ പറ്റിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ തട്ടിപ്പ് പ്രസ്ഥാനമായിട്ട് നടക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട്, കുട്ടികളുടെ ഭാവിയാണ്, അവരോട് നിങ്ങൾ അഥവാ അങ്ങനത്തെ സ്ഥലത്താണ് ജാതകം നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇവിടെ നക്ഷത്ര പൊരുത്തങ്ങൾ 4-ൽ താഴെ ഉള്ളൂ, ഇല്ലെങ്കിൽ 3 ഉള്ളൂ, 2 ഉള്ളൂ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് പരിഹാരം, ഇവർ തമ്മിൽ ഒരുമിച്ച് പോകാനുള്ള പരിഹാരം എന്താണ് എന്നുകൂടി ചോദിച്ചു വെക്കണം. ഏതെല്ലാം നക്ഷത്ര പൊരുത്തത്തിന് ദോഷങ്ങൾ കാണുന്നുണ്ടോ അതിനൊക്കെയുള്ള പരിഹാരം വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രഹനിലയിൽ തന്നെ ആ വിവാഹ ദോഷത്തിനുള്ള പരിഹാരം ഉണ്ടാവും. ഒന്നുകിൽ അത് കണ്ടെത്തണം, അഥവാ ദോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത്, വിവാഹ പൊരുത്തം എന്നുള്ളത് ഒരിക്കലും അങ്ങനെ നിർബന്ധമായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല. ഹിന്ദുവിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും ഇത് നോക്കാൻ പറഞ്ഞിട്ടുമില്ല. ഇതെങ്ങനെയൊക്കെയോ വന്നു ചേർന്ന ഒരു ആചാരം മാത്രമാണ്, ഒരു വിശ്വാസം. അതിനെ ബ്രേക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ ഇങ്ങനത്തെ കെണികളിൽ ചെന്ന് ചാടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എവിടെയും പോകുമ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ ചോദിക്കും, യുക്തിപരമായിട്ടൊരു അതിൻ്റെ ന്യായം. ഇപ്പോൾ 7-ൽ ചൊവ്വയാണ്, ഇത് ദോഷമാണ് എന്നൊരു ജ്യോത്സ്യർ പറഞ്ഞു. 7 ചൊവ്വ എന്തുകൊണ്ടാണ് ദോഷമാവുന്നത്? ഇദ്ദേഹം ആകെ കൂടി പഠിച്ചു വച്ചിരിക്കുന്ന 7 ചൊവ്വ ദോഷമാണ് എന്ന് മാത്രമാണ്. അപ്പോൾ അത് ഏത് രാശിയിലാണ്, ഏത് നക്ഷത്രത്തിൽ, ഏത് പാദത്തിലാണ്, അതിൽ ആ ദോഷം മാറാനായിട്ട് ഗുരു എവിടെയാണ് നിൽക്കുന്നത്, ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. സാധാരണക്കാർക്ക് ഇത് ചോദിക്കാൻ അറിയില്ല. അതുകൊണ്ട് അവർ ഈ ജ്യോത്സ്യർ പറയുന്നത് കേട്ടിട്ട് വരും, ഒരു ജീവിതം കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താ പറഞ്ഞാൽ, അത്യാവശ്യം ഒരു മിനിമം ഇൻഫർമേഷനെങ്കിലും നമ്മളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം എല്ലാവരും. എന്ന ഈ വക കണിയിൽ നിന്ന് രക്ഷപ്പെടാം. ജ്യോത്സ്യരായിട്ട് ഇരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം. 2 വ്യക്തികളുടെ ജീവിതത്തിലേക്കാണ് അവർ ഇടപെടുന്നത്. അത് കഴിയുന്നത്ര നല്ല രീതിയിൽ എത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്തം എന്താ പറയുക, ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരേച്ഛയായിട്ട് എന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ആ ഉത്തരവാദിത്വം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നന്നാക്കി നടത്തട്ടെ. ആ ഒരു ബോധത്തോടു കൂടി വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ പറയുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഓം നമഃ ശിവായ.